7,000 രൂപ വിത്ത് 50M കിട്ടും. 7,000 രൂപക്കോ? വിത്ത് 50M ലെൻസ് ഉൾപ്പെടെ. പിന്നെ 60D ഒക്കെ ഉണ്ട് 14,000 രൂപ വിത്ത് ലെൻസ് ഉൾപ്പെടെ. 14,000 രൂപക്കോ? 14,000 രൂപ വിത്ത് ലെൻസ്. 60D വെച്ച് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന വീഡിയോ സെമി പ്രൊഫഷണൽ ക്യാമറയാണ്. 2.8 7200 ചേർത്ത് 15,000 രൂപ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ നമ്മുടെ RJ ക്യാമറയിലാണ് നമ്മുടെ റിറ്റേൺ എടുത്ത്. റിറ്റോ സുഖം തന്നെ. ക്രിസ്മസ് ഒക്കെയാണ്, ഓഫർ ഉണ്ടോ? പിന്നെ എല്ലാ ഓഫറിന് കൊടുക്കാൻ പറ്റുന്നത് ഒരുപാട് ക്യാമറ ഉണ്ട്. എനിക്കൊന്ന് 100 ആയിരിക്കില്ല, എത്ര ഉണ്ടല്ലേ ഒന്നും പറ്റാത്ത ക്യാമറ ഇഷ്ടം പോലെ ഇറക്കിയിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഏകദേശം തോന്നുന്നു എത്ര സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഉണ്ട്? നമുക്ക് 5,000 രൂപ DSLR ക്യാമറ കൊടുക്കാൻ പറ്റും. 5,000 രൂപ DSLR ക്യാമറ ഇപ്പോൾ ഇവിടെ നിലവിൽ സ്റ്റോക്കിലുണ്ട്. എന്തായാലും നമുക്ക് നല്ല ഡീറ്റെയിൽ ആണ് തുടങ്ങാം. അതെ അതെ. ഇപ്രാവശ്യം എങ്ങനെയാണ്, നമുക്ക് ഓഫർ ഉണ്ടോ? ക്രിസ്മസ് നമുക്ക് എപ്പോഴും ഓഫറാണ്. എപ്പം വന്നാലും നമുക്ക് കിട്ടുന്ന റേറ്റ് ഞാൻ ചെയ്തു തരാം. നമുക്ക് നല്ല ആദ്യം ഏറ്റവും സ്റ്റാർട്ടിംഗ് തുടങ്ങാം. എങ്ങനെ നമുക്ക് ഏറ്റവും പ്രൈസ്? സ്റ്റാർട്ടിങ് DSLR ഒക്കെ സ്റ്റാർട്ടിങ് തന്നെ 5 രൂപയ്ക്ക് തൊട്ട് 1000D എന്ന് പറഞ്ഞ മോഡലുണ്ട്. 5,000 രൂപക്കോ? 5,000 രൂപ ക്യാമറ നമുക്ക് കൊടുക്കാം. ഓക്കെ. വർക്കിംഗ് അല്ലെന്ന് പറയുന്നത് നല്ല എല്ലാം പക്കയാണ്. നല്ല സ്ക്രീനിന് വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു കംപ്ലൈന്റ് ഇല്ല. നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവും. അങ്ങനെയാണ് സ്റ്റോക്കിലുള്ള മോഡൽസ് ഇതൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പിന്നെ D80 ഒക്കെ ഇരിക്കുന്നുണ്ട് 7,000 രൂപ വിത്ത് 50M കിട്ടും. 7,000 രൂപക്കോ? വിത്ത് 50M ലെൻസ് ഉൾപ്പെടെ ക്യാമറ. ഓക്കെ, 7,000 രൂപ ക്യാമറ കേട്ടോ. 7,000 രൂപ. പിന്നെ ഇതുപോലത്തെ പവർ ഷൂട്ടിംഗ് ക്യാമറയൊക്കെ എന്തൊക്കെ ഇങ്ങനെ ഇരുന്നാലും ക്യാമറ നല്ല കിട്ടില്ല ക്യാമറയാണ്. ഭയങ്കര ഔട്ട്പുട്ട്, നല്ല സൂമിങ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല കിട്ടില്ല മോഡലാണ്. ഇതൊക്കെയാണെങ്കിൽ 9 രൂപ റേറ്റ് വരും. അത്രയും കണ്ടീഷൻ ഉണ്ടോണ്ട് മാത്രമാണ്. അതെ, വൈഫൈ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ടാണ്. ഫുൾ ബോക്സ് ഫുൾ കിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാണ് റേഞ്ച് വരും. അപ്പൊ നോർമലി ടൈപ്പ് കൂൾപിക്സ് ക്യാമറ ഒക്കെ 3,000 രൂപ സ്റ്റാർട്ടിങ് ഇരിക്കുന്നതാണ്. പിന്നെ 1,200 പോയി കഴിഞ്ഞാൽ ഒരു 9,000 രൂപ 1,200 നമ്മൾ സ്റ്റോക്ക് ഉണ്ട്. 9,000 രൂപ 9, 10, 15 രൂപ വരെ കണ്ടീഷനും വാറന്റി അനുസരിച്ച് നമ്മൾ ഇരിക്കുന്നുണ്ട്. 5D Mark II വരുന്നത്. 5D Mark II അല്ലേ? 10,000 രൂപ. 10,000 രൂപ വിത്ത് CF കാർഡ് ഉൾപ്പെടെ. അപ്പോ ബിഗിനേഴ്സിനൊക്കെ പറ്റിയ സാധനമാണ്. പിന്നെ 5500 ഒക്കെ നമ്മുടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്ന മൈക്ക് ഔട്ട്പുട്ട് ഒക്കെ വരുന്നത് 13,000 രൂപ റേഞ്ച്. 15 ആ റേഞ്ച് കണ്ടീഷൻ അനുസരിച്ച് കുറെ പീസുകൾ നമ്മൾ സ്റ്റോക്ക് ഉണ്ട്. വണ്ടി നോക്കി കഴിഞ്ഞാൽ 1.3 വൈഫൈ ഫീച്ചേഴ്സ് വരുന്നത് ഒരു 13,000 തൊട്ട് 17,000 രൂപ വരെ കണ്ടീഷനും ക്വാളിറ്റി ഒക്കെ അനുസരിച്ച്. ഇതിനൊക്കെ നമ്മുടെ 8-10 പീസ് എല്ലാ മോഡലും ഒരുപാട് സാധനം കിട്ടും. നമ്മൾ ഇവിടെ ഡെമോയിൽ കുറച്ച് വെച്ചതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് അല്ലാതെ നമുക്ക് കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. പിന്നെ 3,000D 4,000D ഇതിന്റെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും റണ്ണിങ്ങിലുള്ള മോഡൽസ് ആണ്. ഇതൊക്കെ 18 മെഗാപിക്സലിന് വൈഫൈ ഒക്കെ വരുന്നതാണ്. 15, 16 ആ റേഞ്ച് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റും. ഈ ഒരു കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ 13,000 രൂപ നമുക്ക് കൊടുക്കാം. 13,000 റബ്ബറിന് ചെറിയ ഇളക്കം, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല, റബ്ബറിന്റെ ഇളക്കം കാര്യങ്ങളൊക്കെ വെച്ച്. പിന്നെ 600D ഒക്കെ ആണെങ്കിൽ 13,000 രൂപ തൊട്ട് 13 തൊട്ട് 18 വരെ കണ്ടീഷനും ക്വാളിറ്റി. 18 ഒക്കെ കഴിഞ്ഞാൽ പക്ക പുതിയ പീസ് സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത മോഡലോട്ട് 4,000D. 4,000D ഒക്കെ നമുക്ക് റേറ്റ് വരുന്ന വെച്ചാൽ 16 രൂപയാണ് റേറ്റ് വരുന്നത്. 16,000 രൂപ. നല്ല നീതി പീസുകളാട്ടൊക്കെ. അതെ. ഇതേതാ മോഡല്? പിന്നെ സോണിയുടെ ആൽഫ 58 എന്ന മോഡല്. അതെ, സോണിയിൽ വരുന്ന. അതെ അതെ. അല്ല, മിറർലെസ് അല്ല, എമൗണ്ട് വരുന്ന എമൗണ്ട്. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇതൊരു 13 രൂപ കൊടുക്കാം. 13,000 രൂപ അല്ലേ ലെൻസ് അടക്കം? അതെ അതെ. പിന്നെ 60D ഒക്കെ ഉണ്ട് 14,000 രൂപ വിത്ത് ലെൻസ് ഉൾപ്പെടെ. 14,000 രൂപ? 14,000 രൂപ വിത്ത് ലെൻസ്. 60D വെച്ച് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന സെമി പ്രൊഫഷണൽ ക്യാമറയാണ്. ഓക്കെ. അപ്പൊ ചെറിയ റേറ്റ് 60D. അതെ അതെ. ഇതൊക്കെ 15, 16 ആ റേഞ്ച് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റും. പിന്നെ 700D ടച്ചും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഇത് നമുക്കൊരു 17,000 തൊട്ട് 22,000 രൂപയുടെ 700D നമുക്ക് കൊടുക്കാൻ പറ്റും. കണ്ടീഷനൊക്കെ ഇഷ്ടം പോലെ പീസ് വിളിക്കുന്നുണ്ട്. 10 രൂപ പീസ് എടുത്ത് 700D സ്റ്റോക്ക് ഇരിക്കും. ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ക്യാമറ നമുക്ക് നോക്കിയെടുക്കാം. പിന്നെ 1,500D 24 മെഗാപിക്സലൊക്കെ വരുന്ന 18,000 രൂപ തൊട്ട് 23,000 രൂപയുടെ ഫ്രഷ് പീസുകൾ നമ്മൾ ഇരിക്കുന്നുണ്ട്. ബോക്സ് പീസ് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. 750D 2,000 മോഡലുണ്ട്. 1,500 സെയിം സ്പെക്ക് വരുന്ന മോഡലാണ്. ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഇതൊക്കെ 22 രൂപയാണ് വരുന്നത്. കണ്ടീഷൻ നല്ല ഇതിലും കണ്ടീഷൻ ചെയ്യുന്ന പീസാണ് ഇതൊക്കെ. 22,000 രൂപ അല്ലേ? അതെ അതെ. അതിന്റെ ഇഷ്ടം പോലെ മോഡൽ ഇരിക്കുന്നുണ്ട്. 200D വിത്ത് 50M ലെൻസ് 30,000 രൂപ. 30,000 രൂപ വിത്ത് 50M ഇട്ട് 1.8 STM ലെൻസ് ഇട്ട് 30,000. അതെ, സാധാരണ കിറ്റ് ലെൻസ് ആണ് വരല്. അതെ, 50M ഇട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. 750D അതുപോലെ 27, 30 രൂപ വരെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഇഷ്ടം പോലെ പീസ് ഇരിക്കുന്നു. അതിന്റെ പല വെറൈറ്റി പീസുകൾ നമ്മൾ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് ഒരേ സാധനം പല പീസുകൾ. അതെ അതെ. പിന്നെ 200D Mark II 250D ഇതൊക്കെ 4K വരുന്ന പീസുകളാണ് വരുന്നത്. 32, 34 ആ റേഞ്ച് നമുക്ക് സെല് ചെയ്യാൻ പറ്റും കണ്ടീഷനും ക്വാളിറ്റി അനുസരിച്ച്. പിന്നെ 77D എന്നൊക്കെ പറഞ്ഞ മോഡലുണ്ട്. 77 30, 32 ആ റേഞ്ച്. എല്ലാത്തിനും നല്ല കിട്ടും. വാറന്റി എല്ലാം ഉൾപ്പെടെ ചെയ്തു തരാം. 760D നോർമല് 1 മാസം 2 മാസം ഒക്കെയാണ് ക്യാമറാസ് കൊടുക്കുന്നത്. പിന്നെ റേറ്റും ക്വാളിറ്റി ഒക്കെ അനുസരിച്ച്
6 മാസം വരെ കണ്ടീഷൻസ് ചെയ്ത് കൊടുക്കാറുണ്ട്. പല ക്വാളിറ്റിയുടെ പീസ് ഇപ്പം ഇരിക്കുന്നുണ്ട്. 760D ഒക്കെ ആണെങ്കിൽ 33,000 രൂപയാണ്, നല്ല പീസാണ് ഇരിക്കുന്നത്. 33,000 760D 77 30,000 രൂപ തൊട്ട്. 800D അതുപോലെ തന്നെ 30,000 രൂപയ്ക്ക്. 30,000 800D ഒക്കെ നല്ല സ്പെക്ക്, എല്ലാതരം ഫീച്ചേഴ്സും വരുന്ന ക്യാമറ ഇതൊക്കെ. പിന്നെ 80D ഒക്കെ ഇരിക്കുന്നുണ്ട്. 5D Mark III 70 Mark II ഇരിക്കുന്നുണ്ട്. 70 Mark II അല്ലേ? അതെ, ഇതൊക്കെയാണ് 25,000 രൂപ. 25,000 രൂപ. ഇതിന് കൂടെ നമുക്കൊരു ലെൻസ് 50 ലെൻസ് എടുക്കുകയാണെങ്കിൽ 50 ഒക്കെ 2,500 രൂപ 50 ലെൻസ്. അത്രയ്ക്ക് അത്ര വരുന്നുണ്ട് സ്റ്റാർട്ടിങ്. 90D ഒക്കെ ഇരിക്കുന്നുണ്ട്. 90D ഒക്കെ ഇതൊക്കെ വാറന്റി ഉള്ള 6-7 മാസം കമ്പനി വാറന്റി ഉള്ള 58,000 രൂപ. 58,000 രൂപ 90D വിത്ത് ലെൻസ് ഉൾപ്പെടെ. 80D 35,000 രൂപ 35,000 ലെൻസ് ഉൾപ്പെടെ. പല ക്വാളിറ്റിയിലുള്ള പീസുകളാണ് ഇതൊക്കെ. ഉണ്ടോ നല്ല ഫ്രഷ് പീസുകൾ. ഇത് 35-40. കണ്ടീഷൻ കുറഞ്ഞ സാധനങ്ങൾ ഉണ്ട് ഇവിടെ. 30 രൂപ നമ്മൾ സ്റ്റാർട്ടിങ് ഇരിക്കുന്നുണ്ട്. ഇത് 35 അല്ലേ? 35. നല്ല നീറ്റ് പീസ് ആണല്ലോ അല്ലേ? വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത് പിന്നെ 60D ആണെങ്കിൽ നമുക്ക് 14,000 രൂപ 60 കൊടുക്കാം. 14,000 രൂപ ഫുൾ ഫ്രെയിം ക്യാമറ 14 രൂപ കൊടുക്കാം. 17 രൂപ റേഞ്ച്. 17,000 രൂപ അല്ലേ? 5D Mark IV ആണെങ്കിൽ നമുക്ക് ഇപ്പം കൊടുക്കാൻ പറ്റുന്ന 36,000 രൂപ 5D Mark IV കൊടുക്കും. 36,000 അല്ലേ? ഈ കണ്ടീഷൻ 36 രൂപ. ഇത് കണ്ടീഷൻ കാണിച്ചു കൊടുക്കാം. ഇതാണ് അവസ്ഥ. ഇതിന്റെ നല്ല ഫ്രഷ് കണ്ടീഷൻ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇത് 52 രൂപ വരും. ബാറ്ററി ബാക്ക് അടക്കം അല്ലേ? അതെ, പുത്തൻ പുതിയ സാധനം വരുന്നല്ലോ. അതെ, വലിയായിട്ട് ഉപയോഗിക്കാത്ത തൊട്ട് ഉപയോഗിക്കാത്ത പീസ്. പിന്നെ നമുക്ക് 6D Mark II പീസ് ഇരിക്കുന്നുണ്ട്. 45 രൂപ റേഞ്ച് ഒക്കെ വരും. 45,000 രൂപ അല്ലേ? നിക്കോണിന്റെ മുകളിലേക്ക് കഴിഞ്ഞാൽ 3200 ഒക്കെ കഴിഞ്ഞാൽ 12,000 രൂപ 3200 കൊടുക്കാം. 12,000 24 മെഗാപിക്സലൊക്കെ വരുന്ന ക്യാമറ. 3.1 നമ്മുടെ സ്റ്റാർട്ടിങ് ഇപ്പൊ സ്റ്റോക്ക് ഇല്ല, ഉണ്ടായിരുന്നു, ഇപ്പൊ സെയിൽ ആയി പോകണം. അതൊക്കെ 8 രൂപ 7 രൂപ റേഞ്ച് വരുത്തും. പിന്നെ 3.4 3.3 അല്ല 3.3 ഒക്കെ ആണെങ്കിൽ 13-14 ആ റേഞ്ച് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 3.4 ആണെങ്കിൽ 17 രൂപ റേഞ്ചാണ് വരുന്നത്. 5100 ഒക്കെ നമുക്ക് ഓഫറിൽ കൊടുക്കാം. 10,000 രൂപ കൊടുക്കാം. 10,000 രൂപ 5100 ഫ്ലിപ്പ് സ്ക്രീൻ വരുന്ന മോഡൽ വീഡിയോ ഒക്കെ. അതെ. പിന്നെ 5200 നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ 15 രൂപ റേഞ്ചാണ് വരുന്നത്. 15,000 രൂപ. 15,000 രൂപ. പിന്നെ 3.4 3.5 ഒക്കെ ആണെങ്കിൽ 17,000 രൂപ 3500 എക്സ്ചേഞ്ച് സെയിൽ എന്തുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ. പിന്നെ 5300 ഇരിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ 17,000 രൂപ വരുന്നുള്ളൂ. വൈഫൈ വരുന്ന മോഡലാണ്. ഫ്ലിപ്പ് സ്ക്രീൻ ഒക്കെ വരുന്ന മോഡൽ 17,000 രൂപയ്ക്ക് കൊടുക്കാം. അതിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പീസുകൾ ഇരിക്കുന്നുണ്ട്. 20 രൂപ റേഞ്ച്. പിന്നെ 5 സിസ്റ്റർസ് ഇരിക്കുന്നുണ്ട്. 35 രൂപ അല്ല 25 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്. 25,000 രൂപ. M50 ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ഏതാണ് വരുന്നത്? ഇതൊക്കെ സോണിയുടെ ഈ നെസസ്പ്രി എന്നൊക്കെ പറഞ്ഞ മോഡലൊക്കെ വരുന്നത് 16,000 രൂപ. മിറർലെസ് മോഡൽ. ഈ മൗണ്ട് എല്ലാ ലെൻസും നമുക്ക് യൂസ് ചെയ്യാം. എല്ലാ ലെൻസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ സോണി 6000 ആണെങ്കിൽ 26,000 രൂപ റേഞ്ച്. 26,000 രൂപ അല്ലേ? കണ്ടീഷൻസ് പല പീസ് ഇരിക്കുന്നുണ്ട്. 23 ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ 23 രൂപയ്ക്ക് കൊടുക്കാം. നല്ല പീസ് 26 രൂപ. ഈ സെറ്റ് വീട്ടൻ ഒക്കെ എന്താ റേറ്റ് വരുന്നത്? സെറ്റ് വീട്ട് ആണെങ്കിൽ 38,000 രൂപ. 38,000 രൂപ. വാറന്റി ഉള്ള പീസ്. ഇതിനകത്ത് നമ്മൾ കാണിച്ചത് മിക്കതും കമ്പനി 1500 കമ്പനി വാറന്റി ഉള്ള പീസുകൾ. അതുപോലെ ഇതിനിടയിൽ ഞാൻ ഇവിടെ വേറെ ഉണ്ടല്ലോ. 6.63 ഒക്കെ എന്താ റേറ്റ് വരുന്നത്? 6.3 ഒക്കെ ആണെങ്കിൽ നമുക്ക് 30,000 രൂപ കൊടുക്കാം. 30,000 രൂപ ഫുൾ ബോക്സ് പീസ് ഇരിക്കുന്നുണ്ട്. ഈ 6.3 കൊടുക്കാം. 30,000 രൂപ കൊടുക്കാം. ലെൻസ് ഉണ്ടാവും ഇതിന്റെ കൂടെ? ലെൻസും കൂട്ടി 30mm ലെൻസും ചേർത്ത് 30,000 രൂപ. 6.1 ഇരിക്കുന്നുണ്ട്. ഫ്രഷ് പീസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഒട്ടും ഉപയോഗിക്കാത്ത. ഇപ്പം നിലവിൽ 3 മാസം സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. 42,000 രൂപ. ഏകദേശം 70 രൂപ അടുത്ത് ബില്ല് വരുന്നുണ്ട്. 42,000 രൂപയ്ക്ക് 3 മാസം ഉപയോഗിച്ചു. ഷട്ടർ നമുക്ക് 1000 താഴെ ഷട്ടർ അടിച്ചിട്ടുള്ളൂ. പിന്നെ സൂം ലെൻസ് ഒക്കെ ചേർത്ത് മിറർലെസ് ക്യാമറ 20-22 രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാം. കോമ്പാക്ട് ആയിട്ടുള്ള സാധനം. RP 35,000 രൂപ. 35,000 രൂപ കാർപ്പിയോ? ഫുൾ ഫ്രെയിം ക്യാമറ. നല്ല ബോഡിയാണല്ലോ അല്ലേ? നമ്മള് ചുമ്മാ പറയുന്നല്ല, നല്ല വില നോക്കും. 37,000 2,000 രൂപ ഡിസ്കൗണ്ട് ഇട്ട് 35,000. ഇവിടെ കണ്ടത് 2,000 രൂപ. M50 ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു 27,000 രൂപ M50 സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള പീസുകളാണ് 30-33 രൂപ റേഞ്ച് വരും. വാറന്റി 6 മാസം വാറന്റി ഉൾപ്പെടെ കൊടുക്കാം. M50 മാർച്ച് നോക്കി കഴിഞ്ഞാൽ 37-40 ആ റേഞ്ച്. കണ്ടീഷനും വാറന്റി അനുസരിച്ച്. 6.4 6.5 എല്ലാം ഒട്ടുമിക്ക 6.4 ഒക്കെ ആണെങ്കിൽ 43 രൂപ റേഞ്ച്. 43,000 രൂപ അല്ലേ? അതെ. ഇത് പ്രൊഫഷണൽ ബോഡിയിൽ കിടന്നാണോ? ഇത് 7M3 ഒക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. M4 ഉണ്ട്. 34,000 ഷട്ടർ ആയതേ ഉള്ളൂ. 34,000 ഷട്ടർ അടിച്ചിട്ട് ഏകദേശം 9 മാസം കമ്പനി വാറന്റി പെൻഡിങ് എടുക്കുന്നു. നല്ല ഉപയോഗിക്കാത്ത നല്ല ഫ്രഷ് പീസാണ്.
1.36 കൊടുക്കാം. 1.36. അതെ അതെ. M3 ഇരിക്കുന്നുണ്ട്. M3 R3 ഇരിക്കുന്നുണ്ട്. R3 55,000 രൂപയ്ക്ക് R3 കൊടുക്കാം. 55,000 അല്ലേ? 55,000 രൂപ. R3 വീഡിയോക്കുള്ളാണോ? വീഡിയോയും ഫോട്ടോയും. M3 എങ്ങനെയാ? M3 നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 60,000 തൊട്ട് M3 സ്റ്റാർട്ടിംഗ് ഉണ്ട്. 60,000 60, 63, 70 വരെ കണ്ടീഷൻ വാറന്റി അനുസരിച്ച് കുറെ പീസുകൾ. ലുമിക്സിന്റെ മോഡൽസ്, ലുമിക്സിന്റെ G85, G7 ഒക്കെ ഇരിക്കുന്നുണ്ട്. G85 ഒക്കെ ആണെങ്കിൽ 27,000 രൂപ കൊടുക്കാം. 27,000 രൂപ? 4K റെസൊല്യൂഷൻ എടുക്കാൻ പറ്റുന്ന ബോഡിന്റെ കണ്ടീഷൻ കണ്ടില്ലേ? അധികം യൂസ് ചെയ്ത സാധനമാണല്ലോ. G7 ഇരിക്കുന്നുണ്ട് 23 രൂപ. 23,000 രൂപ അല്ലേ G7? Z30 43 വാറന്റി ഉണ്ട്. കമ്പനി വാറന്റി പെൻഡിങ് ഉള്ള പീസാണ്. നമ്മളിപ്പോ ഇതിനകത്ത് കാണിച്ചതിനകത്ത് കുറെ മോഡൽസ് വിട്ടുപോയിട്ടുണ്ട്. എല്ലാം ഷെൽഫിനകത്ത് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് വേണമെങ്കിൽ നമുക്ക് നേരെ ഇങ്ങോട്ട് പോരും. നമ്മുടെ 3 ഷോപ്പിൽ വന്നാലും ഇഷ്ടം പോലെ കളക്ഷൻസ് ആണ്. കളക്ഷൻസ് ഇല്ലെന്ന് പോകത്തില്ല. ഡീറ്റെയിൽസ് ഒക്കെ ബാക്കി പറയാം. നമുക്ക് ഈ ലെൻസ് കാര്യങ്ങൾ നോക്കാം. ലെൻസ് കിറ്റ് ലെൻസ് ഫ്യൂജിന്റെ XC100 23 രൂപ നല്ല പീസ്. ഈ ഫ്യൂജിന്റെ ലെൻസുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ? നിലവിൽ സ്റ്റോക്കില്ല. നമുക്ക് വേണ്ട ലെൻസുകളും കൂടെ പറഞ്ഞിട്ട് ലെൻസുകളൊക്കെ നോർമൽ കിറ്റ് ലെൻസ് ഒക്കെ 1,500 തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലത്തെ 50mm ഒക്കെ യോഗ്നോടെ ലെൻസ് ഒക്കെ വരുന്നത് വെച്ചാൽ സ്റ്റാർട്ടിങ് 3,000 രൂപ തൊട്ട് 50mm ലെൻസ് കൊടുക്കാം. 55, 250 ഒക്കെ ആണെങ്കിൽ 6,500 ആ റേഞ്ച് കണ്ടീഷൻ അനുസരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഈ കനോൺ ലെൻസുകളൊക്കെ ഇതൊക്കെ 24-05 ഒക്കെ ആണെങ്കിൽ ഇത് IS2 ഒക്കെ ആണെങ്കിൽ 27,000 രൂപ സ്റ്റാർട്ടിങ്. 27,000 രൂപ. നോൺ IS വരുന്ന പീസുകളുണ്ട് 16, 17 ആ റേഞ്ചിൽ കൊടുക്കാം. പിന്നെ നിക്കോണിന്റെ 50, 24 എല്ലാ ലെൻസും. സോണി ലെൻസുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? സോണിയുടെ 72 ഇരിക്കുന്നുണ്ട്. 55 ഇത് 32 രൂപ. 32,000 രൂപ അല്ലേ? അതെ അതെ. അതേമാതിരി മറ്റേ കനോണിന്റെ 72 ഇത് നമുക്ക് 23,000 രൂപ സ്റ്റാർട്ടിംഗ്. IS2 ആണോ? IS2 ഇരിക്കുന്നുണ്ട്. IS2 വരുമ്പോൾ 40 രൂപ. അവിടെ ഉണ്ടല്ലോ കുറെ ലെൻസുകൾ. 50mm ഇരിക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ആണെങ്കിൽ 20 രൂപ. ഇത് 24 രൂപ റേഞ്ച് വരും. നല്ല പീസുകൾ ഇരിക്കുന്നു. 27 വരെ കണ്ടീഷൻസ് നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. നോർമൽ തേർഡ് പാർട്ടി ലെൻസ് ആയിട്ട് ടാമറോണിന്റെ ഒക്കെ ക്യാനോൺ മൗണ്ട് ഒക്കെ വരുന്നുണ്ട്. 12,000 രൂപയ്ക്ക് 2.8 ലെൻസ് കൊടുക്കാം. പിന്നെ സോണിയുടെ 85, 35 ആണെങ്കിൽ 44 രൂപ. DGD സിഗ്മ 35 ഇരിക്കുന്നുണ്ട്. 38 രൂപ കൊടുക്കാം. ബാറ്റിസിന്റെ 85 1.8 ഇരിക്കുന്നുണ്ട്. ഇതാകുമ്പോ 24 രൂപ. 24,000 രൂപ. പിന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട് 60D ഒക്കെ നല്ല ഫ്രഷ് പീസ് ഇരിക്കുന്നുണ്ട്. 18 രൂപ. ഡിസ്പ്ലേ ഷെയ്ഡോ കാര്യങ്ങളൊന്നുമില്ല. നല്ല പീസുകളാണ് വരുന്നത്. 18,000 രൂപയ്ക്ക് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. 18,000 രൂപ? 18 60 രൂപ. ലെൻസ് ഉൾപ്പെടെയാണ്. 1200 എന്റെ ഗൾഫിലെ മോഡലാണ്. 15 രൂപയ്ക്ക് നല്ല പീസ് കൊടുക്കാൻ പറ്റും. ഷെൽഫിലൊക്കെ സോണിയിലേതാ? ഇതൊക്കെ പഴയ ടൈപ്പാണ്. 10 രൂപ റേഞ്ച് ഒക്കെ കിട്ടും. ആണോ? ഈ ലെൻസിന് മാത്രം നോക്കിക്കഴിഞ്ഞാൽ എമൗണ്ട് ലെൻസ് മേടിക്കണേ തന്നെ റേറ്റ് ഉണ്ട്. 2.8 7200 ചേർത്ത് 10,000 രൂപ. കണ്ടീഷൻ ആവറേജ് ഉള്ളൂ. ചെറിയ ചെറിയ ഈ ഫണ്ടർ വർക്കല്ല. ചെറിയ പോരായ്മകളുണ്ട്. നോക്കിയാണ് ഇഷ്ടംപോലെ 700D ബോക്സ് പീസ് ആണ്. ഗോപ്രോ 7 ഒക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്നത് വെച്ചാൽ 5,000 രൂപ 7 കൊടുക്കാം. 5,000 കൊടുക്കാം. 5,000 ഗോപ്രോ ഉണ്ട്. ഇനി നമ്മള് ഷോപ്പുകൾ 3 ഷോപ്പുകൾ എവിടേക്ക് ലൊക്കേഷൻ? നമുക്ക് ഷോപ്പ് വരുന്നത് നമ്മുടെ ആദ്യം തുടങ്ങി നമ്മുടെ കോട്ടയത്ത് മണിമല എന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്ന വെച്ചാൽ എടപ്പള്ളി, പുതിയ ഷോപ്പ്. അതെ അതെ, എടപ്പള്ളി. അതുപോലെ തിരുവനന്തപുരത്ത് നമുക്ക് ബ്രാഞ്ചുണ്ട്, ശ്രീകാര്യത്ത്. നിങ്ങൾക്ക് അടുത്തുള്ള ഏത് ഷോപ്പിലാണെങ്കിലും അവിടെ ചെന്ന് ഇതുപോലെ തന്നെ കളക്ഷൻസ് കാണും. അതിന്റെ വാക്കാണ്. ഞാൻ 3 കോൺടാക്ട് നമ്പർ കൊടുക്കാം. അതെ, സബ്സ്ക്രൈബേഴ്സ് വരാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു. അതെ, തീർച്ചയായിട്ടും ചെയ്തു. അപ്പൊ പറയാം, നിങ്ങൾ വീഡിയോ കണ്ടുവരാൻ എന്താ പറയണോ അപ്പൊ അതിനനുസരിച്ച് ചെയ്തു. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഇതെവിടെ? കറക്റ്റ് ലൊക്കേഷൻ എടപ്പള്ളി ഉണിച്ചിറ ഉണിച്ചിറ SB ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ്. ഞാൻ എല്ലാം മാപ്പ് കൊടുക്കാം എന്തായാലും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത് കാണാം.